പറഞ്ഞു ഹെൽമെറ്റ് വെക്കടാന്നാണ്. അതൊന്നും വേണ്ടടാ, അതൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നേച്ചറൊന്നും ആസ്വദിച്ച് ശരിക്കും പോകാൻ പറ്റില്ലല്ലോ എന്നാണ്. അങ്ങനെ ഇവർ ആസ്വദിച്ച് വായിച്ച് പോയി. വഴിയിലെവിടെയോ വെച്ച് നല്ലൊരു ക്ലാഷ് ഉണ്ടായി. അവസാനം അവർ മരിച്ചു പോവാണ്. അവൻ മരിച്ചു പോയി, ബാക്കിലുള്ള മരിച്ചതുമില്ല. അവന് ഹെൽമെറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെയും ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച്, ഹെൽമെറ്റ് ധരിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചും നമ്മൾ ഇനിയും ശരിക്കും ബോധവാന്മാരെല്ലാം തോന്നുന്നു. ഒരു ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യാമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങളൊരു 15 നിലയിൽ നിന്ന് അങ്ങോട്ട് തള്ളിയിട്ടാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത്രയും നല്ലൊരു ശേഷി, ഒരു 15 നിലയിൽ നമ്മൾ ഉന്തി താഴോട്ടിടുക, നമ്മൾ ഹെൽമെറ്റ് ധരിച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ശേഷി അതിനുണ്ട് എന്നുള്ളതാണ്. അത് ഹെൽമെറ്റിൻ്റെ ഓരോരോ ലെയേഴ്സും അതിനനുസരിച്ചുള്ള ഒരു ഫിസിയോളജിക്കൽ കൺസ്ട്രക്ഷനിലാണ്, ഫിസിക്കൽ